CPM-ന്റെ അനുരഞ്ജന ശ്രമങ്ങൾക്ക് പിന്നാലെ പിണക്കൊക്കെ മറന്ന് ആന്റണി രാജു അങ്ങനെ സുധീർ കരമനയുടെ പ്രചാരണത്തിനായി തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇറങ്ങി. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ പൊതു സ്വതന്ത്രനെ മത്സരിപ്പിച്ച ഇക്കാര്യത്തിൽ CPM നീക്കത്തിൽ ആന്റണി രാജു ഉടക്കിയിരുന്നു. തിരുവനന്തപുരം സീറ്റിൽ കോൺഗ്രസും BJP-യും തമ്മിൽ ഡീലാണെന്നുള്ള ആരോപണത്തിനും മുൻ MLA അങ്ങനെ തിരികൊളുത്തിയിരിക്കുകയാണ്. ഏറെ ദിവസം നീണ്ട സസ്പെൻസും സിറ്റിംഗ് സീറ്റ് ഏറ്റെടുത്തതിലുള്ള അമർഷവും അവസാനിപ്പിച്ചാണ് ഈ വരവ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ആദ്യമായിട്ടാണ് ആന്റണി രാജു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുത്ത് പൊതുസ്വതന്ത്രനെ നിർത്തിയ CPM നിലപാടിനെ ആക്രമിച്ചില്ലെങ്കിലും പുതിയൊരു ഡീലിന് ആന്റണി രാജു വഴിമരുന്നിട്ടു. ഇവിടെ കാലാകാലങ്ങളിൽ മത്സരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ 15 വർഷമായി തുടർച്ചയായിട്ട് മത്സരിച്ച് 10 വർഷം ഇവിടെ ജയിച്ച MLA ആയി മന്ത്രിയായ ആള് അദ്ദേഹം മത്സരിക്കുന്നത് അരുവിക്കരയിലാണ്. അരുവിക്കരയിലെ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ BJP എന്തിന് നൽകി? ഇവിടെ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ എന്തിന് UDF നൽകി? അവിടെയാണ് തിരുവനന്തപുരവും അരുവിക്കരയും തമ്മിലുള്ള കോൺഗ്രസ് BJP ഡീല് ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ള രാഷ്ട്രീയം നമ്മൾ മറന്നു പോകരുത്. പ്രസംഗത്തിനിടെ വഞ്ചൂരിലെ കൺവെൻഷൻ വേദിയിലെത്തിയ സ്ഥാനാർത്ഥി സുധീർ കരമനയുടെ കരം പിടിച്ച് നിലപാട് പ്രഖ്യാപനം. ഞങ്ങളും കൂടെ ആഗ്രഹിച്ചിട്ടാണ് ശ്രീ സുധീർ കരമന ഇവിടെ സ്ഥാനാർത്ഥിയായത്. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ അക്കൗണ്ടിലാണ് ഇന്നും ഈ സീറ്റ്. തന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ പ്രസംഗത്തിനിടെ കോൺഗ്രസിന് വിമർശനവും മുഖ്യമന്ത്രി പിണറായി വിജയന് പുകഴ്ത്തലും. 10 സതീശന്മാർക്ക് അര പിണറായി മതി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം പിണറായി വിജയനെ നേരിടാൻ, പിണറായി വിജയന് തുല്യനായി നിൽക്കാൻ അപ്പുറത്തൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ UDF-ന് കഴിയുമോ? കഴിയുന്നില്ല. പിണറായി വിജയൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ, ഉള്ളത് മനസ്സിൽ ഉള്ള സത്യം തുറന്നു പറഞ്ഞു പോയാൽ ഇന്ന് വലിയ അങ്കലാപ്പാണ്. ചെറ്റത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്താ? ഹീനമായ അല്ലെങ്കിൽ രാഷ്ട്രീയ പാപ്പരത്തം കാണിക്കുന്ന ആളുകളെ ഏതൊരു സാധാരണക്കാരനും പറയുന്ന വാക്കുകളില്ലേ? തൊണ്ടിമുതൽ കേസിൽപ്പെട്ട അയോഗ്യനായതിനെ തുടർന്നാണ് ആന്റണി രാജുവിന്റെ MLA സ്ഥാനം തെറിച്ചത്. അതിനു പിന്നാലെ പാർട്ടിയുടെ ഒരേ ഒരു സീറ്റ് കൂടി നഷ്ടമായതോടെയാണ് ആന്റണി രാജു തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്നും വിട്ടുനിന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.